ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഒരു കല്യാണത്തിന് പോകാൻ നിൽക്കട്ടെ. അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. അപ്പോഴാണ് റേഷനറി മേടിച്ച കുറച്ചരി അവിടെ തൊഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് വല്ല കിളികൾക്കും കൊടുക്കാം, നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാൻ എടുക്കണമെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഞാനത് കിളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മതിലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ? വെള്ളം, കുറച്ച് അരി. അപ്പോൾ ഇത് കിളികൾ കഴിച്ചോട്ടെ, ഏതായാലും നല്ല വെയിലല്ലേ, അപ്പോൾ അവർക്കുള്ളതാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ കുരുവൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മുടെ ശുദ്ധമായ കസ്തൂരി മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശുദ്ധമായ കസ്തൂരി മഞ്ഞൾ ആവശ്യമുള്ളവർ പറയണേ. ഞാൻ കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ പൊന്തിരിക്കുന്ന പിമ്പിൾസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ എന്ന് വെയിലത്ത് തന്നെയാണല്ലോ സെയിൽസിനെ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഫുള്ള് കുരുവായിരുന്നു. ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു കേട്ടോ. ഞാൻ 2 ദിവസമായിട്ടുള്ളൂ തേക്കാൻ തുടങ്ങിയിട്ട്. മിനിഞ്ഞാന്നാണ് തേച്ച് തുടങ്ങിയത്. 2 ദിവസം കൊണ്ട് ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിക്കാൻ വന്നേക്കണത് ചെമ്പരത്തിപ്പൂ. നമ്മൾ ചെമ്പരത്തിപ്പൂടെ സ്ക്വാഷ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചെടിയിൽ കാഴ്ചവെക്കണ പൂത്തേക്കണ ചെമ്പരത്തിപ്പൂ ഉണ്ട്. ഓരോ കൊമ്പിലും ഇഷ്ടം പോലെ പൂക്കളാണ്. ഒരുപാട് ചെടി ഉണ്ടായിരുന്നു. വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് കുറേ ചെടികൾ വെട്ടിക്കളഞ്ഞു കേട്ടോ. ഇതൊരൊറ്റ ചെടിയാണ്. ഒരൊറ്റ ചെടിയിലാണ് ഇത്രയേറെ പൂക്കളുള്ളത്. അപ്പം നമ്മൾ 1.5 ദിവസങ്ങളിൽ സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാറുണ്ട്, ഇതിന്ന് പൂ പറിച്ചിട്ട്. പിന്നെ ഇവിടെയൊക്കെ ചെടി ഉണ്ടായിരുന്നു, ഇതൊക്കെ വെട്ടി. നമുക്ക് വണ്ടി വെക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് ഒരു വണ്ടി അപ്പുറത്തെ പറമ്പിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാടൊക്കെ വെട്ടി. സോ നമ്മുടെ പൂവൊക്കെ കുറേ വെട്ടിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ സ്ക്വാഷ് വേണ്ടവരും പറയുക, അതും നമ്മൾ ഉണ്ടാക്കി തരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ ഓൾ ഓഫ് യു.